നമസ്കാരം. കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനം ഒരു കാലത്ത് സാധാരണക്കാരന്റെ സാമ്പത്തിക സുരക്ഷയുടെ പ്രതീകമായിരുന്നു. കർഷകനും തൊഴിലാളിക്കും ചെറുകിട വ്യാപാരിക്കും ബാങ്കുകളുടെ വാതിൽ തുറന്നുകൊടുത്ത ജനകീയ സംവിധാനമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സഹകരണ മേഖലയെ ചുറ്റിപ്പറ്റി ഉയർന്നുവരുന്ന വിവാദങ്ങളും സാമ്പത്തിക ക്രമക്കേടുകളും രാഷ്ട്രീയ ആരോപണങ്ങളും ഈ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ CPM നിയന്ത്രണത്തിലല്ലാത്ത സഹകരണ സംഘങ്ങളും ബാങ്കുകളും രാഷ്ട്രീയമായി പിടിച്ചെടുക്കാനുള്ള CPMന്റെ ശ്രമം നടന്നുവെന്ന റിപ്പോർട്ടുകൾ വീണ്ടും ഈ ചർച്ചയെ സജീവമാക്കിയിരിക്കുകയാണ്. സഹകരണ സംഘങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിനെതിരെ CPM പ്രവർത്തകർക്കിടയിൽ തന്നെ പ്രതിഷേധം ഉയരുന്നുണ്ട്. മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വന്ന സഹകരണ ബാങ്കുകൾ പിടിച്ചടക്കിയ ശേഷം അവ നഷ്ടത്തിലാവുകയും നിക്ഷേപകർക്കും നിക്ഷേപം കിട്ടാതാകുന്ന സ്ഥിതി ഉണ്ടാക്കി എന്നാണ് പ്രവർത്തകരുടെ വിമർശനം. 2016 ശേഷം 21 സഹകരണ ബാങ്കുകളാണ് ഇങ്ങനെ പിടിച്ചടക്കിയത്. അതിൽ പലതും തകരുന്ന അവസ്ഥയിലെത്തിയതിലാണ് പാർട്ടി കമ്മിറ്റികളിൽ പോലും പ്രതിഷേധം ഉയരുന്നത്. മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വന്ന തിരുവല്ല ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, പത്തനംതിട്ട കാർഷിക വികസന ബാങ്ക്, അടൂർ അർബൻ ബാങ്ക് എന്നിവ പിടിച്ചടക്കിയെങ്കിലും ഈ സ്ഥാപനങ്ങളെല്ലാം ഇന്ന് തകർച്ചയെ നേരിടുന്ന സ്ഥിതിയാണെന്നാണ് ആക്ഷേപം. ഇതിൽ ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ നിയമനങ്ങൾ സംബന്ധിച്ച് പാർട്ടി കമ്മിറ്റികളിൽ ചേരിതിരിഞ്ഞുള്ള തർക്കം തുടരുകയാണ്. ഒരു പ്യൂൺ തസ്തിക സംബന്ധിച്ച് 10 ലക്ഷം രൂപയുടെ അഴിമതിയാണ് ഉന്നയിക്കപ്പെടുന്നത്. പാർട്ടി ഭരണം തുടങ്ങിയതിനു ശേഷം നടന്ന 12 നിയമനങ്ങളും പണം വാങ്ങിയാണെന്നും പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരുന്ന സാധാരണ പ്രവർത്തകരിൽ ഒരാളെ പോലും പരിഗണിച്ചില്ല എന്നുമാണ് ആക്ഷേപം. കോയിപ്പുറം സഹകരണ ബാങ്കിലെ തിരിമറികൾ സംബന്ധിച്ച് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്ക് എത്തിയിരുന്നു. അടൂർ അർബൻ ബാങ്ക് CPM പിടിച്ചടക്കിയതോടെ അതും തകർച്ചയിലായി. ഈ ബാങ്ക് പാർട്ടി ഭരിക്കുന്ന തിരുവല്ല അർബൻ ബാങ്കുമായി ലയിപ്പിക്കാൻ ആലോചിച്ചുവെങ്കിലും നബാർഡിന്റെയും റിസർവ് ബാങ്കിന്റെയും അനുമതി ലഭിക്കാത്തതിനാൽ അതിനു കഴിഞ്ഞില്ല. ഏത് നിമിഷവും പൂട്ടാമെന്ന നിലയിൽ അർബൻ സഹകരണ സംഘമായാണ് ഇപ്പോഴത്തെ പ്രവർത്തനം. ജില്ലയിൽ തോട്ടപ്പുഴശ്ശേരി, തെള്ളിയൂർ സർവീസ് സഹകരണ ബാങ്കുകൾ BJPയിൽ നിന്നും മറ്റ് 19 ബാങ്കുകൾ UDFൽ നിന്നുമാണ് CPM പിടിച്ചെടുത്തത്. സഹകരണ സ്ഥാപനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാ വ്യാപനത്തിനുള്ള ഉപകരണമാകുമ്പോൾ ജനങ്ങളുടെ വിശ്വാസമാണ് ആദ്യം നഷ്ടമാകുന്നത്. ഒരു ബാങ്കിന്റെ ലക്ഷ്യം നിക്ഷേപകരുടെ പണം സുരക്ഷിതമായി കൈകാര്യം ചെയ്യുകയും വായ്പാ സേവനങ്ങൾ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഭരണസമിതികളെ രാഷ്ട്രീയ സ്വാധീനത്തിലൂടെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായാൽ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് പകരം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കാണ് മുൻഗണന ലഭിക്കുന്നതെന്ന വിമർശനം സ്വാഭാവികമായി ഉയരും. ഇത്തരം നിയന്ത്രണം ഒരു പാർട്ടിക്ക് എന്തുകൊണ്ട് പ്രധാനമാണെന്ന ചോദ്യത്തിനും രാഷ്ട്രീയത്തിൽ വ്യക്തമായ ഉത്തരമുണ്ട്. സഹകരണ ബാങ്കുകൾ സാമ്പത്തിക സ്ഥാപനങ്ങൾ മാത്രമല്ല, പ്രാദേശിക രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള ജനകീയ ശൃംഖലകൾ കൂടിയാണ്. ആയിരക്കണക്കിന് അംഗങ്ങളും നിക്ഷേപകരും ജീവനക്കാരും തിരഞ്ഞെടുപ്പ് സ്വാധീനവും ഇവയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ സഹകരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം രാഷ്ട്രീയ ശക്തി വർദ്ധിപ്പിക്കുന്ന മാർഗമായി പല പാർട്ടികളും കാണാറുണ്ട്. എന്നാൽ ആ ലക്ഷ്യം ജനസേവനത്തെ മറികടക്കുന്ന നിമിഷം മുതൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന തത്വം തന്നെ തകരാൻ തുടങ്ങും. ഗ്രാമീണ കേരളത്തിൽ സാമ്പത്തിക സ്വാധീനവും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സഹകരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം ദീർഘകാല രാഷ്ട്രീയ നിക്ഷേപമായാണ് പലരും വിലയിരുത്തുന്നത്. എന്നാൽ അത്തരമൊരു രാഷ്ട്രീയം ഒടുവിൽ നഷ്ടപ്പെടുത്തുന്നത് പാർട്ടിയേക്കാൾ കൂടുതലായി സാധാരണ നിക്ഷേപകരുടെ വിശ്വാസത്തെയാണ്. ഒരു ബാങ്ക് നഷ്ടത്തിലാകുമ്പോൾ ആദ്യം തകരുന്നത് സാധാരണക്കാരന്റെ ജീവിത സമ്പാദ്യമാണ്. ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനുമായി നിക്ഷേപിച്ച പണം കുടുങ്ങിയാൽ അതിന്റെ ആഘാതം കണക്കുകളിൽ ഒതുങ്ങില്ല. സഹകരണ മേഖലയോടുള്ള ജനങ്ങളുടെ വിശ്വാസം ഇടിഞ്ഞാൽ ഏറ്റവും വലിയ തിരിച്ചടി കേരളത്തിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കായിരിക്കും. സഹകരണ പ്രസ്ഥാനം രാഷ്ട്രീയ ആധിപത്യത്തിന്റെ വേദിയാകാതെ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷയുടെ സംവിധാനമായി നിലനിൽക്കണമെങ്കിൽ ഭരണത്തിൽ കൂടുതൽ സുതാര്യതയും കർശനമായ ഓഡിറ്റും ഉത്തരവാദിത്വവും അനിവാര്യമാണ്. സഹകരണ സ്ഥാപനങ്ങളെ രാഷ്ട്രീയ വിജയത്തിന്റെ ഉപകരണമല്ല, പൊതുജന വിശ്വാസത്തിന്റെ സ്ഥാപനമെന്ന നിലയിലാണ് കാണേണ്ടത്. രാഷ്ട്രീയ നേട്ടത്തിനായി സ്ഥാപനങ്ങളെ ഉപയോഗിക്കുന്ന പ്രവണത തുടർന്നാൽ നഷ്ടമാകുന്നത് ഒരു പാർട്ടിയുടെ പ്രതിച്ഛായ മാത്രമല്ല, കേരളത്തിന്റെ പതിറ്റാണ്ടുകളായി കെട്ടിപ്പടുത്ത സഹകരണ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യതയും ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷയുമാകും.